ഫുള്ള് കോണ്ടം കിടക്കുന്നു, നിറച്ച് കോണ്ടം. നമുക്ക് ഉള്ളിലേക്ക് വന്ന് കയറിയില്ല. നമ്മള് ഈ വഴിയാണ് ചാടി വന്നത്. വഴി ചാടി വന്നു. ഡേഞ്ചറസ് വേ. ഇതേതാ ഫോർട്ട്? കൂർഗ് ഫോർട്ട്. പേരെന്തായിരുന്നു? അറിവില്ലല്ലോ. ഇപ്പൊ നമ്മള് രാവിലെ തന്നെ വന്ന് നല്ല തണുപ്പും കാറ്റും അല്ലേ? നല്ല തണുപ്പുണ്ടല്ലോ. ഒന്നും കാണില്ല. നിനക്ക് തണുക്കണ്ട കേട്ടിട്ട്? അങ്ങനെയല്ല, കാറ്റടിക്കില്ല. ഇതാണ് കോട്ടിന്റെ പുറത്തുള്ള വ്യൂ. അവിടെ എന്തൊരു വലിയൊരു വള്ളിയുണ്ട്. ഇവിടെ വലിയൊരു ബാങ്ക് കേട്ടോ. നല്ല കാണാൻ സൂപ്പർ ബാങ്കാ, ബിൽഡിംഗ് ഒക്കെ അല്ലേ. പക്ഷെ അത് ലോക്കൽ ബാങ്കാണ്. റൈറ്റ് പറട്ടെ. ഓ വലിയ ഫോട്ടോ ഉള്ളോ. മ്യൂസിയം ആൻഡ് ഹെറിറ്റേജ്. ഇതിൻ്റെ ഉള്ളിൽ കാർ പാർക്കിംഗ് ഉണ്ട്. നമ്മൾ വെറുതെ പുറത്ത് പാർക്ക് ചെയ്തില്ല. അത് വഴിയില്ല. ഇത് ടാക്സി സ്റ്റാൻഡ് ഇല്ലല്ലോ. ഇവിടെ വേണ്ട സ്ഥലമുണ്ട്. ഇതിലായിരുന്നില്ല. നമുക്ക് കയറി കാണാം. ആദ്യം അങ്ങനെ കറങ്ങിട്ട് തണുമെല്ലാം മഴ വരുമ്പോൾ മ്യൂസിയത്തിൽ കയറാം. ആ വഴി പോവാം. പക്ഷെ ആൾക്കാരും നല്ല കാര്യം നനഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ ഫോർട്ടിന്റെ ബൗണ്ടറി കൂടെ കയറുന്നു. ഇത് പക്ഷെ ഭയങ്കര നല്ല വലിയ ഫോട്ടോന്നുള്ളേ. ആറ്റം വരെ അല്ല, പക്ഷെ ലെങ്ത് നോക്കുമ്പോ ഏറ്റവും വലിയത് നമ്മൾ കണ്ട പാലക്കാടാണ്. ചെറുത് ഇന്നലെ പോയത് അതേതായിരുന്നു? തലശ്ശേരി ഫോർട്ടാണ് രണ്ടാമത്തെ. അത് ഓരോ സമയത്തുള്ള. ഇനി കുറെ കാലം ട്രക്കിംഗ് ആയിരിക്കും, ഇനി കുറെ കാലം ഫോട്ടോ ആയിരിക്കും. എന്തായാലേ ഓരോ വട്ടുകള്. നല്ല രസമുണ്ട്. അയ്യോ പോയി. കൊട ഒരുക്കേണ്ടി വരും. തലഞ്ഞിട്ടുണ്ട്. ബാക്കി നനയിലൊരു പൊട്ടി. ഇത് ഫസ്റ്റത്തെ സാധനം. ഓ മറ്റേ സെയിം സാധനം തന്നെയാണ്. പക്ഷെ മറ്റേത് കുറച്ചുകൂടി വലിയതല്ലേ പാലക്കാടുള്ളത്. ഉണ്ടാ. അപ്പൊ ഇത് ഫസ്റ്റ് സ്ഥലത്തിരിക്കുന്നു. ഇതാണ് ഫസ്റ്റത്തെ സ്ഥലം. ഇനി ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ നോക്കാം. ഓഹോ, ഇത് പണ്ടൊന്നല്ല കേട്ടോ. ഇതിപ്പോ പറയാൻ പണ്ടൊന്നായിരിക്കും. ഇവിടുത്തെ പുറത്തേക്കുള്ള എല്ലാം സെയിം ടൈപ്പ് സ്ട്രക്ചർ തന്നെയുണ്ടാ. എല്ലാം സെയിം തന്നെയല്ല. ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ചിലപ്പോൾ പീരങ്കി വെക്കാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതായിരിക്കും ഇവിടുത്തെ വ്യൂ. നമ്മളിപ്പോ മൂന്നാമത്തെ ഫോട്ടോ കാണണ. ഈ 3 ഫോട്ടോയിലും ഈ ബിൽഡിംഗ് ഒക്കെ അടച്ചിട്ടേക്കാണ്. ആദ്യമായിട്ട് ഒരു മ്യൂസിയം ഉണ്ടല്ലോ. മ്യൂസിയം ഓപ്പൺ ആണല്ലോ. ഈ ബിൽഡിംഗ് പിന്നെ നശിച്ചിട്ടില്ല. അത് നശിച്ച് നാറാങ്കല്ലെടുത്ത്. ഏതാ പുതിയ ബിൽഡിംഗ്? അത് ശരിയാ. സ്റ്റാൻഡിൽ കണ്ടിട്ടാണോ ആയിരിക്കും. ഇത് ഇടിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാ. ഇതിന്റെ ഫോട്ടോ പൊളിയല്ലോ. പോയി ഇച്ചിരി കുളിര് നോക്കൂ ഗൈസ്. തണുത്തിട്ട് ഉടച്ചതായി ഫോൾഡായി. ഞാൻ എന്റെ ഷൂ ഇട്ടു ഗൈസ്. ഈ ഷൂ അതവർക്ക് മാറ്ററല്ല, വെറുതെ രസത്തിന്. ഉച്ചക്ക് 12 മണിക്കായിരുന്നു. അപ്പൊ ചൂടുണ്ടാവില്ല. ഇത് നല്ല തണുപ്പും ഇത് തണുപ്പൊക്കെ. പക്ഷെ മഴ തുള്ളികളാണ് പ്രശ്നം. നനഞ്ഞ പൊളിക്കും. ഈയൊക്കെ പഴയ ബിൽഡിങ്. അവിടൊക്കെ ഇതൊക്കെ ചിലപ്പോ
ഇവിടെ താമസിക്കാനേ ഗവൺമെൻറ് ഓഫീസുകളും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ചീത്തയായി നശിച്ച്. ഇതൊക്കെ വലിയ ഗ്രൗണ്ട് ആക്കിയിരുന്നല്ലേ. കൊടേ കൊടടച്ചേക്കാം, കൊടടച്ചേക്കാം. നല്ല കാറ്റുണ്ട്. ഇത് കാറ്റിന്റെ സ്പീഡൊക്കെ ഓക്കെ. കൊട്ടത്താരി പിടിക്കും. വാ സമയം കളയണ്ട. കാറ്റുകാരി നിന്ന് പോകും. ഏതാ അത് വല്ല ഇതായിരിക്കും, ലൈറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ലൈക്ക് കൂർഗിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ ഇതായിരിക്കും അല്ലേ, ലൈക്ക് ബിൽഡിങ്. ഇതൊക്കെയാണ് കൂർഗ്. കൂർഗിൽ ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര സീസൺ ടൈമാണ്. സ്റ്റേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായി. അത്രയും പാർക്കിങ്ങിന് പോലും പറ്റില്ല. എല്ലായിടത്തും ഇത് ഉണ്ടാക്കണ്ടല്ലേ. സോൾജർമാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമായിരിക്കും മഴ വെയിൽ കൊള്ളാണ്ടേ എടുക്കല്ലേ. പണ്ടത്തെ ആൾക്കാരെ തടി കുറവായതുകൊണ്ട് സുഖമായിട്ട് കയറും. കയറാൻ പറ്റും. അതെല്ലാം പറഞ്ഞതാ. പട്ടില്ല. യുദ്ധം ചെയ്യുമ്പോ ഫുഡൊന്നും ഇല്ല. ഇറച്ചി മീനും മട്ടറും കഴിച്ചിട്ടല്ലേ ഇരിക്കലേ. ഏതെങ്കിലും ഒരു നേരം അതന്നെ അറിയില്ല. ഞാൻ നിന്നിട്ടില്ല. ഇവരോട് തന്നെ ചോദിക്കണം, നിന്നുണ്ടോ നിന്നിട്ടില്ലേ പിടിക്കാൻ. ഇതിലുണ്ടോ അതേ 2 ഓള് ഇങ്ങനെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്നിട്ട് ഉദ്ദേശിക്കണ വരില്ലേ. ഉടനെ ഇട്ടേ ഈ ബിൽഡിങ്ങിൽ AC യുടെ ഇത്. അപ്പൊ ഇത് ഇവിടെ തന്നെ AC, അത് വേറെ ചോദ്യല്ലേ. AC ഉണ്ട്. എന്നാലും ഈ ഒരു അറിയില്ല, ഈ തണുപ്പത്തും ഹീറ്ററാണ് വേണ്ട. UK AC ഇല്ല, ഹീറ്ററുള്ളൂ. ശരിക്കും ഈ ബിൽഡിംഗ് ഒക്കെ ഒരു 3-4 കോടി ബിൽഡിംഗ് ചുറ്റി നടക്കാം. ചുറ്റി പ്രത്യേകിച്ച് കിട്ടാനില്ല. ശരിക്കും ഇത് റൗണ്ട് ആക്കാൻ ഇപ്പൊ സൈക്കിൾ റൈഡ്, ഓട്ടം, ജോഗിങ്ങിനൊക്കെ എനിക്ക് ആൾക്കാർ ഉണ്ടാവും. ഇതിന്റെ മുകളിൽ കൂടെ വിടാം. ശരി, ഇവിടൊക്കെ ജോഗിങ് രസമായിരിക്കും അല്ലേ. അതുണ്ടാവും. പക്ഷെ ഇവർക്ക് നീ ഇതിട്ടിട്ട് ജോഗിങ് ചെയ്യുമ്പോ കുഴപ്പമുണ്ടാവോ? ജോഗിങ് ചെയ്യണ വീട്ടിൽ കിടന്ന് ഉറങ്ങാത്തവരാണല്ലോ. ശരിക്കും നല്ല കാട് അല്ലേ. ഇവർക്കൊക്കെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തത്. അടുത്ത ബിൽഡിങ് ഒരു 4-5 ഗവൺമെന്റ് കാശായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. പൊലിക്കൂടെ വന്നിരിക്കാനും മതിലാടി വരാൻ പറ്റില്ല, അത്ര ആയിട്ടുണ്ട്. അപ്പൊ അത് 4ാമത്തെ ഇതാണ്. നമ്മൾ ആദ്യമായിട്ടൊരു 40 വന്നിട്ട് സമാധാനത്തിൽ വീടെടുക്കണം. അല്ലെങ്കിൽ നിറച്ചും കപ്പിൾസും കാര്യങ്ങളും ആൾക്കാരും. ക്യാമറ വെക്കാൻ തന്നെ പേടിയോ. ഈ കാരണം ചിലവരിച്ച് ചൂടാവും. കാരണം അവര് വീട്ടിൽ നിന്നൊക്കെ പറയേണ്ടി വന്ന ആൾക്കാരായിരിക്കുമല്ലോ. അത് പറയാണെങ്കിൽ ചേട്ടാ, അതാണ് എനിക്ക് സമാധാനത്തിന് വീടെടുക്കാൻ പറ്റാറില്ല. ഇതാകുമ്പോ ഇപ്പൊ ചിലപ്പോ രാവിലെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ പിന്നെ കപ്പിൾസുകൾ ഇല്ലാന്നാണ് എനിക്കറിയില്ല. പിള്ളേരുകള് ഉണ്ടാവില്ലാന്ന് ഉണ്ടാവും. ഇവിടെ ഫുള്ള് കാടും പ്രകൃതിയും അതൊക്കെ ഉണ്ടല്ലോ. കരണ്ടിന്റെ അടുത്ത് കൂടെ വേണ്ട പോണേ. എന്റെ പൊന്നെ, ഇത്ര അടുത്ത് കൂടെ അല്ലേ. ഓഹോ, വെരി ഡേഞ്ചറസ്. ചാടിച്ചോടാന്നുള്ളൂ. കരണ്ടമ്മേ ചാടി തൊട്ട് കഴിഞ്ഞാൽ ചാവും. ബാ, ഇനി ഇവിടുത്തെ വ്യൂ നോക്കാം. ഇത് 4ാമത്തെ അല്ലേ. ഇതാണ് ഏറ്റവും വലിയ സാധനം. ഇതിലേക്ക് ഈ വട്ടം മറ്റേ ചെറുതാ വന്നതിൽ ഏറ്റവും വലിയത്. പാലക്കാടും വലിയത്. ശരിക്കും എല്ലാ ഫോർട്ടിന്റെ കൺസ്ട്രക്ഷൻ സെയിം ആണ്. നോ ഡിഫറൻസ്, നോ ചേഞ്ചസ്. ഇത് ഇങ്ങനെയാട്ട വ്യൂ. എനിക്കൊന്നും കാണാൻ പറ്റില്ല, ഇവിടെ നിറച്ച മരങ്ങളായതുകൊണ്ട്. ഓക്കെ, പോവാലേ. അല്ല, അടുത്ത സ്ഥലത്തേക്ക് പോവാലേന്ന്. ഇനി ആ ബിൽഡിങ് കണ്ടിട്ട് ഭയങ്കര വലിയ അടിപൊളി ബിൽഡിങ് ഉണ്ടാവും. ഇവിടെ സ്റ്റാൻഡേർഡ് ബിൽഡിങ്. അത് പണ്ടത്തില്, അത് പുതിയ ബിൽഡിങ്ങാ.
ഇത് എത്ര വർഷം പഴക്കണ്ടാണോ പറയണേ? വൃത്തിയാക്കിയ ഇതൊന്നും വൃത്തിയാക്കി കയറി കാണാൻ ആൾക്കാരെ തുടങ്ങി. എത്ര സമാധാനം. ഇപ്പോഴാണ് ആൾക്കാരെ കണ്ട സമാധാനേ. ആൾക്കാർ അവിടെ ഉണ്ട് ശരിക്കും. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ രണ്ടാന കണ്ട പേടിച്ച്. ഇത് പണ്ടത്തെ ഫോർട്ടിന്റെ ഭാഗമായിരുന്നു. പക്ഷെ കാട് കേറി ഇതിൽ കൂടെ ചാടി കയറി വേറെ കയറി നോക്കാന്നുള്ളു. പക്ഷെ പാമ്പോ എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അട്ടയുണ്ടാവും ചിലപ്പോ. ഇന്നലെ അട്ട കടിച്ച് തന്നെ നല്ല അട്ടയായിരുന്നു. ഇത് വേറെ പഴയ ബിൽഡിങ്, അതൊരു പഴയ ഓട്ടോറിക്ഷ ഉണ്ട്. അതൊക്കെ കാണാൻ എന്താ രസം. ആഹാ റോഡ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഫ്ലാഗ് ഹോസ്റ്റ് പരിപാടിയൊക്കെ എല്ലായിടത്തും നടന്നിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നടക്കാൻ ഇത്രമാത്രം ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കാട്ടുപുല്ല് ക്ലീൻ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഭാഗം. ഇത് പള്ളി. ഇത് പള്ളിയിൽ കൊട്ടാരാന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ ആൾക്കാർ സംസാരിച്ച് വർത്താനം പറയാനുള്ള ബാൽക്കണി പോലെ സെറ്റപ്പ് അറിയില്ല. അതൊക്കെ എന്താന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ആ മ്യൂസിയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ചരിത്രം. അത് മ്യൂസിയം വന്നിട്ട് ഞാൻ പറയാവുന്നതാണ്. ഇത് അവിടെ കയറാൻ സ്ഥലമുണ്ട്. അപ്പുറത്തൊക്കെ എന്തൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് വിളിക്കാം. അപ്പോൾ അതൊരു പഴയ കാല ബിൽഡിംഗ് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സമയമൊക്കെ ഇല്ല. എത്രയുടെ സമയം? 12 അല്ലേ? ഇതാണ് ഇപ്പോൾ മുകളിൽ. ഇവിടെ 2 ആനകളൊക്കെ പണിതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതെന്തോ ഒരു ബിൽഡിംഗ് ആണ്, എന്താണെന്നറിയില്ല. അതിനുള്ളിൽ കയറാൻ പറ്റുമോ കാണാൻ പറ്റുമോ? പള്ളിയൊന്നുമല്ലല്ലോ, പള്ളിയല്ല, അറിയില്ല. അപ്പം നല്ല മഴയും നല്ല കാറ്റും നല്ല തണുപ്പും. ഇവിടുത്തെ സീസൺ ടൈം എന്താണ്, ഓഫ് സീസൺ എന്താണെന്ന് എനിക്കറിയില്ല. ഒറ്റ ഓഫ് സീസണോ? ഇപ്പൊ ഇവിടെ എന്തൊക്കെയോ ഇവിടെ കൊറേ ബിൽഡിംഗ് ഉണ്ട്. ഒക്കെ നശിച്ച് നാറാങ്കൻ്റെ അടുത്ത്. ഞാൻ വല്ല ടൂറിസം ഗവൺമെന്റ് ഒക്കെ ആയിരുന്നെങ്കിൽ. പക്ഷെ കാശ് ചോക്കുമ്പോ ഒന്നും കിട്ടണ്ടാവില്ല. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസയെ. പക്ഷെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തോരം കാശ് വെറുതെ ഗവൺമെന്റ് കളയുന്നു. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ല. ഇത് താഴേക്കൂടെ പോകാൻ പറ്റും. ഇപ്പൊ നമ്മൾ മുകളിലാണ്. അപ്പൊ താഴേക്കൂടെ ഇതിൽ കൂടെ പോവാം. വഴിയുണ്ട്. ഇതിവിടെ ചാടിപ്പോണം. പക്ഷെ ഇവിടെ ഒക്കെ അടച്ചു പൂട്ടിയ കുറേ ബിൽഡിങ്ങുകളുണ്ട്. നിറച്ചും പ്രാവുകളുണ്ട്. വേറൊന്നുമില്ല. പ്രാവിൻ്റെ ഷെൽട്ടർ. ഇപ്പം നമ്മൾ ഈ വഴിയാണ് ചാടി വന്നത്. വഴി ചാടി വന്നു. ഡേഞ്ചറസ് വേ. ഏതല്ലേ നല്ല വൈറ്റൊക്കെയാണ്. സൂപ്പറാ. ഇതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം പോലെ ഞാൻ കണ്ടു. ഇതേ അമ്പലത്തിൽ ഇപ്പം ഇത് പഴയ സെറ്റപ്പ് അല്ലേ. ഓ ചെരുപ്പിട്ട് പോകാൻ പറ്റും. അമ്പലത്തിൽ ഉള്ളിലേക്ക്. ഓഹോ ഇവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. മഹാഗണപതിയുടെ അമ്പലമാണ്. മഹാഗണപതിയുടെ ശരി. 2 പാലക്കാട് ഫോർട്ടും അമ്പലം ഉണ്ടല്ലോ ഫോർട്ടിനുള്ളിൽ. പൂട്ടിച്ചതോ? ഗണപതിക്ക് തേങ്ങ വേണ്ടതല്ല. ഇങ്ങോട്ടേക്ക് ഉണ്ട്. ഇതൊക്കെ പഴയ ബിൽഡിംഗ്. ഓ മഴക്കെ. ഇതാണ് ഞാൻ അവിടെ നിന്ന് മുകളിൽ നോക്കിയത്. അത് ഞാൻ കണ്ടു അമ്പലം. ഞാൻ അവിടെ നിന്ന് നോക്കിയാൽ അവിടെ ഇങ്ങോട്ട് കുറേ ബിൽഡിംഗ് ഉണ്ട്. അവിടെ നോക്കിയപ്പോൾ ഈ ഇതിലുണ്ട് പ്രാവ്. അതൊരു കാറ്റത്തടിക്കുന്നത്. ഈ മരം ഇപ്പോഴും പൊളിഞ്ഞിട്ടില്ല. നോക്കി എത്ര വർഷമായി അതിൻ്റെ ഫ്ലോറേ. അതടച്ചിട്ടേക്കാണ്.
ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഇട്ട് നോക്കേണ്ടി വരും. ആഹാ നൈസ്. ഇതൊരു റൂം എന്തുകൊണ്ടാണ്, പക്ഷെ അതിൽ കയറണ്ട. സ്മെല്ലല്ല, എന്തൊക്കെയൊക്കെ ഉണ്ടാകുന്ന അറിയില്ലല്ല. പക്ഷെ ഇപ്പോഴും എന്തൊരു വലിപ്പമാണ്, സ്ട്രോങ് ആണ് ബിൽഡിങ്. ഇതിൻ്റെ ഒരു മതിലൊക്കെ. ആഹാ നൈസ്. അതേടിയുടെ പെർമിഷൻ അല്ലേ, നോ അഡ്മിഷൻ വിത്ത് ഇത് ഇവിടെ. ഓ വാ നൈസ്. പക്ഷെ ഇപ്പൊ തണുപ്പായിട്ട് എൻ്റെ ബോഡി അക്സെപ്റ്റഡ് ആയി. പക്ഷെ ഈ വെള്ളമാണ് പ്രശ്നം. ഇതൊക്കെ ഡോറ് നോക്കിയ പഴയ കാല ഡോറ് അല്ല. ഞാനും പെട്ടെന്ന് പ്രസന്റ് പെർമിഷൻ പെട്ടെന്ന് പ്രസന്റ് ജയിലില്ലേ. അല്ല ഞാനതൊക്കെ കണ്ടിട്ട് പ്രസന്നാന്ന് വെച്ചപ്പല്ല, പിന്നെ പെട്ടെന്ന് വെച്ച പെർമിഷൻ. നല്ല ഫോട്ടോ ഇട്ട്. 2 സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്, അപ്പുറത്തെ കൂടെ ഇപ്പുറത്തെ കൂടെ. നമ്മൾ വന്ന ഇതിന്റെ ബാക്ക് സൈഡാണ്. ഇവിടെ കുറെ ബിൽഡിങ്, പക്ഷെ ഈ ബിൽഡിങ് വൃത്തിയുണ്ടോ, പക്ഷെ അതിലേക്ക് കയറാൻ വഴിയില്ലല്ലേ. നല്ല പഴയകാല ബിൽഡിങ്. ഇതൊക്കെ കയറാൻ വെക്കണം. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ. പഴയകാല ബിൽഡിങ്. ഷൂട്ടിങ് അടക്കം പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ വൃത്തിയാക്കിയതാ, മരമൊക്കെ വെട്ടി കളഞ്ഞതാ. നല്ല ജയില് പോലല്ലേ. അവിടെ പുറത്തേക്ക് നോക്കി നൈസ് വ്യൂ. ഡോറിന്റെ സൗണ്ടാണല്ലേ സ്വാഭാവികം. നമ്മള് ഇറങ്ങുമ്പോ വെയിലാവും, കാറിലിരിക്കുമ്പോ വെയിലും, പുറത്തിറങ്ങുമ്പോ ഇതും. ഇതിന്റെ ഡോറ് വലുപ്പൂക്കി. ഇവിടെ എന്തോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വഴിയുണ്ട്. ഇത് അടച്ചിട്ടൊക്കെ. ഇതപ്പം ഇതാണ് വേറെ സൈഡിൽ നിന്നുള്ള എൻട്രി. ഈ വഴിയും വരാം. അങ്ങനുണ്ട്. അവിടെ എന്തോ ചെറുതായിട്ടോ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. ഈ റൂമ് ഫോണില്ല. ഈ റൂമ് ഇതിൽ കൂടെ വഴിയുണ്ട്. ഇതിൽ കൂടെ വഴിയുണ്ട്. ഇവിടെ ചാക്ക്. ഇത് വൃത്തിയുള്ള വരിക. നൈസല്ലേ, നൈസ്. ആദ്യമായിട്ട് ഉള്ളിൽ കാണാൻ പറ്റിയിരുന്നില്ലേ. ഇപ്പുറത്തുണ്ട്. ഇവിടെ ആൾക്കാർ വെള്ളടിയും സിഗരറ്റിനെയും ചണ്ടപ്പൊല്ലി കോണ്ടത്തിന്റെ ബിസിനസ് അറിയില്ല. ഇതിപ്പോ ഒരു കോഴിക്ക് 14 കണ്ടതാണ്. ഫുള്ള് കോണ്ടം കിടക്കുന്നു, നിറച്ച് കോണ്ടം. നമുക്ക് ഉള്ളിലേക്ക് വന്ന് കയറിയതാ. കോണ്ടം ഫുള്ള് സിഗരറ്റും കാര്യങ്ങളും. ഫോട്ടോയുടെ ഭംഗി കാണാൻ വേണ്ടി കയറിയതാ. എനിക്കറിയില്ല. ഇവിടെ രാത്രി ആൾക്കാരിപ്പോ തേങ്ങ അവിടത്തേക്ക് ഇതിന്റെ ഭംഗി കാണാൻ വേണ്ടി കയറിയതാ. ഫോട്ടോന്നുള്ളൂ, പക്ഷെ ചെണ്ട് കയറില്ല. ആദ്യമായിട്ട് ഇങ്ങനെ നിറച്ച് ഫോണ്ട കിടക്കണം. ഇങ്ങനെ ഫോട്ടോക്കെ ഇടും. ഡേറ്റ് കഴിഞ്ഞിട്ട് അറിയില്ല. ബൾക്കായിട്ട് നിങ്ങളെനിക്കില്ല. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഫോർട്ടിൻ്റെ ഭംഗി ഒരുപാട് കണ്ടിട്ട് ഫോർട്ട്. ഇന്നിപ്പോൾ 3 ഫോർട്ട് പോയിട്ടും ഇത്രയും പോലും കയറാൻ പറ്റിയിട്ടില്ലല്ലോ ഉള്ളിലേക്ക്. നമ്മൾ വേറെ ഉള്ളിൽ കൂടെ വരാൻ നോക്കി. ഇത് കൂടെ സ്റ്റെപ്പ് ഉണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറിയില്ല, സ്റ്റെപ്പ് കയറി പോവാം. ഇവിടെ എന്തൊക്കെയോ റൂമുകളുണ്ട്, കയറി പോകുന്നില്ല. അവിടെ സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക് കയറാൻ. മുകളിലേക്ക് കയറിപ്പോവാം. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ മുകളിൽ എന്തായിരിക്കും? പറയുന്നില്ല. ഇത് അടച്ചിട്ടിട്ട് രാത്രി വന്നിട്ട് ഒരാളെ ആണെങ്കിലോ. അതായത് അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ കയറി. ഇവിടെ എന്തൊക്കെയുണ്ടോ നോക്കാം. ഇതെന്തത്? ഒരാള്
നോക്കണ്ട കടന്നിട്ടില്ലേ കടലിൻ്റെ ഇതൊക്കെ രൂപങ്ങളാണ്. പ്ലീസ് കോക്കറി 18 സെഞ്ചുറി പഴയ ബിൽഡിങ്. കോയിൻസൊക്കെ പഴയ ടൈപ്പ് കോയിൻസ്. പോയേണ്ടതല്ലേ. അപ്പൊ ഇതാണ് മ്യൂസിയം. റേറ്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എല്ലായിടത്തും കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആവും, ബോറാവും. പഴയകാല ബോംബല്ലേ, ബോംബല്ല മറ്റേ പീരങ്കിന്ന് പറഞ്ഞ സാധനല്ലേ, സ്റ്റോൺ കനോൺ. ഇത് പക്ഷെ 18th സെഞ്ചുറി കനോൺസ്. ഇത് പക്ഷെ ഇത് മേത്തോടെ ചാവോ? ഫോഴ്സിൽ ചാവും. പക്ഷെ കുറേ പേര് ചാവില്ലല്ലോ, ഒരാളെല്ലാം ചാവുള്ളൂ. ഇത് ചിലപ്പോ അവരുടെ യന്ത്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഗോവ പോയപ്പോലല്ല നമ്മള് പോയപ്പോ ലിറ്റിൽ സിമിട്രിന്ന് വിചാരിച്ച, പക്ഷെ ഇതൊരു മ്യൂസിയത്തിന്റെ ബാക്കിയായിരുന്നു. പക്ഷെ അതിപ്പടാ നല്ല തണുപ്പ്. മഴയില്ലെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടാ അല്ലേ. ഇതാണ് ഫോർട്ടിന്റെ പുറത്തുനിന്നുള്ള. നമ്മ ഇന്നലെ രാത്രി ഇവിടുന്ന് കണ്ടേ. യെസ്, പുറത്ത് നല്ല ഹൈറ്റിലേക്ക് ആ സാധനം കൂടി വരുന്നുണ്ടല്ലോ.